പുതുപ്പള്ളിയുടെ MLA, പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പുതുപ്പള്ളി പള്ളിയുടെ അംഗമായ ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ ആശംസകൾ അറിയിക്കുന്നു. ഈ പ്രൗഢ ഗംഭീര സദസ്സിൻ്റെ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി, ഈ പരിപാടിയുടെ പ്രധാന അതിഥി ഹിസ് എക്സലൻസി ഗവർണർ ഓഫ് കേരള ആരിഫ് മുഹമ്മദ് ഖാൻ, പ്രിയപ്പെട്ട ഗോവയുടെ ഗവർണർ ഹിസ് എക്സലൻസി PS ശ്രീധരൻപിള്ള സർ, പ്രിയപ്പെട്ട മിനിസ്റ്റേഴ്സ് VN വാസവൻ അവർകൾ, ശ്രീമതി വീണ ജോർജ് അവർകൾ, ഏറ്റവും പ്രിയപ്പെട്ട ഈ നാടിൻ്റെ നേതാവ് കോട്ടയത്തിൻ്റെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർ, പ്രിയപ്പെട്ട സഭാസ്ഥാനികൾ, അഭിവന്ദ്യ പിതാക്കന്മാർ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, അഭിവന്ദ്യരായ നേതാക്കന്മാർ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് ഇന്ന് അഭിമാന ദിവസമാണ്. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം ഏറ്റുപറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ നാട്ടിൽ ഇന്ന് തടിച്ചു കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച്, രാജ്യവും എല്ലാം ഉപേക്ഷിച്ച് ഈ നാട്ടിൽ വരികയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഈ നാട്ടിൽ തന്നെയാണ് കബറടങ്ങിയിരിക്കുന്നത്, നമ്മുടെ രാജ്യത്ത് തന്നെയാണ് കബറടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം സ്ഥാപിച്ച സഭ ഇന്നും 2000 വർഷങ്ങൾക്കപ്പുറം വളരെ ശക്തമായി നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ശക്തി പകരുന്നതാണ്. ആ സഭയെ സംബന്ധിച്ച് കൂടുതൽ ശക്തി പകരുന്നത് മാർത്തോമാ ശ്ലീഹായുടെ പോലെ തന്നെ എല്ലാം ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, സമൂഹത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം പകർന്ന് ജീവിക്കുവാൻ അനവധി പിതാക്കന്മാർ കടന്നു വന്നു എന്നുള്ളതാണ്. പരിശുദ്ധ വട്ടശ്ശേരി പിതാവ് അങ്ങനെ ഉള്ളൊരു പിതാവാണ് എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുകയാണല്ലോ. അദ്ദേഹം ഇവിടെ കൊണ്ടുവന്ന, അദ്ദേഹം സ്ഥാപിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ, അതും മലങ്കര സഭയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് ഇരിക്കുന്നതും നമ്മൾ ഇന്ന് ഓർക്കുന്നു. തീർച്ചയായിട്ടും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഇതെല്ലാം ഓർത്തുകൊണ്ടാണ് നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ സഭയുടെ പിതാക്കന്മാർ ഒത്തിരി കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഈ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ, മതമൈത്രി നിലനിർത്തുവാൻ നിലപാടെടുത്ത മാത്യൂസ് ദിദിയൻ ബാബ തിരുമേനി, തൻ്റെ ജീവിതം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ജീവിച്ച ദിദിമോസ് ബാബ തിരുമേനി, സത്യം പറയുവാൻ ആരുടെ മുന്നിലും മടിക്കാതിരുന്ന പൗലോസ് ബാബ തിരുമേനി, അതുപോലെ തന്നെയാണ് നമ്മുടെ ബാബ തിരുമേനി സഹോദരൻ പദ്ധതിയിലൂടെ അനവധി ആയിരങ്ങളെ സഹായിക്കുവാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ബാധിക്കുന്നില്ല. എല്ലാവരെയും സഹായിക്കുവാൻ അദ്ദേഹം കാണിക്കുന്ന വലിയ മനസ്സും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഈ പിതാക്കന്മാരെല്ലാം മാർത്തോമാ ശ്ലീഹായുടെ ആ പൈതൃകം തുടരുന്നു എന്ന് കാണുമ്പോൾ അതിയായ സന്തോഷം. ഈ സഭ അതുകൊണ്ട് തന്നെ ഭാഗ്യം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.